സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാം വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈടു കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈടു എന്നത് ഒന്നാമിന്റെ സ്റ്റെപ്പ് ഫാദർ ആണ്. അതായത് ചെയർമാൻ ചായയുടെ മകളായിട്ടുണ്ടായിരുന്ന ഡോക്ടറുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയായിരുന്നു ഒന്നാം. അത് കൂടാതെ ഒന്നാമിന്റെ അച്ഛൻ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അച്ഛന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു ഈടു. മാത്രമല്ല അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു ഈടു. പക്ഷെ അച്ഛന്റെ മരണശേഷം ഈടുവും ഡോഹിയും കൂടി വിവാഹം കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഒന്നാം വിശ്വസിക്കുന്നത് അവളുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ ഈടു ആണെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല എന്നൊക്കെ ഈടുവും പറയുന്നു. അതുകൂടാതെ നിനക്ക് ഡോങ്ചുവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാം തന്നെ എനിക്കും നിന്റെ അമ്മയ്ക്കും നന്നായി തന്നെ അറിയാം. പക്ഷെ ഞങ്ങളും ചെയർമാൻ സാറുടെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും അവൻ അറിയിക്കുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ വിവാഹത്തിന് ശേഷം ഡോങ്ചു എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ അയാൾ സംശയിക്കുന്ന സമയത്ത് അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്ന മറുപടിയാണ് ഒന്നാമും കൊടുക്കുന്നത്. ജാങ്സിന്റെ കീഴിലുണ്ടായിരുന്ന കുറെ അധികം ആൾക്കാർ ചേർന്നിട്ട് ഡോങ്ചുനെ ഒരു മുറിക്കുള്ളിലേക്ക് ആക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ഒന്നാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജൊക്കെ അവനും വരുന്നത്. ആ ഒരു മെസ്സേജില് നീയും നേരത്തെ ഞാൻ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചു പോവുകയാണെങ്കിൽ എന്നോടുള്ള പ്രതികാരം എന്ന രീതിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് എന്റെ മുന്നിലൂടെ നടന്നു വരൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഒരു കാര്യമൊക്കെ നീ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനും അതിനൊക്കെ അർഹയാണെന്നുള്ള രീതിക്കാണ് അതും ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് ഡോങ്ചു ആകെ തകർന്നു പോകുന്നു. അത് കൂടാതെ ചെയർമാൻ ച ഇടയ്ക്ക് ഡോങ്ചുവിനെ അന്വേഷിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ജാങ്സിനും ഇപ്പോൾ ഡോങ്ചുവിനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ആളെയും അയച്ചിരിക്കുന്നു. ഇപ്പോൾ ഡോങ്ചും ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ ചെയർമാന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അതുവഴിയെ ഉണ്ണാം നടന്നൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും അവളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. മാത്രമല്ല അവൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വാച്ചൊക്കെ അവളുടെ മുമ്പിലേക്കൊക്കെ അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു വാച്ച് ഫേക്ക് ആയിട്ടുള്ളതൊന്നും ആയിരുന്നില്ല, മറിച്ച് റിയൽ ആയിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു എന്ന കാര്യം എല്ലാം തന്നെ അവളും തുറന്നു പറയുന്നത്. അതുകൂടാതെ അവന്റെ കയ്യിലെ ടാറ്റു ആരും കാണാതിരിക്കുവാനായിട്ട് ആ ഒരു വാച്ച് കെട്ടുവാനായിട്ട് അവൾ പ്രത്യേകമായിട്ട് പറയുന്നുമുണ്ട്. ഞാൻ ഈ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡെയ്സൺ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് അവൾ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവനും ഇപ്പോൾ നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ അവളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് എന്റെ വിവാഹത്തിൽ പ്രണയത്തിന്റെ ആവശ്യമില്ല എന്നാണ് അവൾ പറയുന്നതും. അതുകൂടാതെ അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഡോങ്ചുവും നിലത്ത് കിടന്നിട്ടുണ്ടായിരുന്ന വാച്ചൊക്കെ എടുത്ത് വീണ്ടും കയ്യിലേക്ക് ഇടുന്നു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം അവൻ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. അവിടെ സിസ്റ്റർ ആഗ്നസിനെ കാണുവാനായിട്ടായിരുന്നു അവൻ എത്തിയിട്ടുമുണ്ടായിരുന്നത്. ഈ ആഗ്നസ് എന്ന് പറയുന്നത് അവന്റെ ചേച്ചിയാണ്. എന്തായാലും അവനാകെ വിഷമിച്ചാണ് ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ചേച്ചിയും അവനെയും കൂട്ടിക്കൊണ്ട് ഗാർഡനിലേക്ക് പോകുന്നു. മാത്രമല്ല നീയും ഉണ്ണാമിനെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ, എപ്പോഴാണ് അവളെ കാണുവാനായിട്ട് നമ്മൾ പോകുന്നതെന്നൊക്കെ ചേച്ചി ചോദിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് അവളും എന്നെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ അവനും പറയുന്നത്. എനിക്ക് എന്തായാലും അവൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിയും അവൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്നും അവൻ അറിയിക്കുന്നു. എന്തായാലും അവിടെ നിന്നും അവൻ തിരിച്ചൊക്കെ പോകുന്ന സമയത്തായിരുന്നു ചെയർമാൻ ചായയുടെ അടുത്ത് നിന്നും അവന് കോള് വന്നിട്ടുണ്ടായിരുന്നത്. ചെയർമാൻ ചായയുടെ ഓഫീസിൽ സോജു ഒക്കെ വെക്കുന്ന ഒരു ലോക്കർ ഉണ്ടല്ലോ, അതിലെ സോജു എല്ലാം തന്നെ കാലിയായിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ പുതിയ സോജു ഒക്കെ മേടിക്കണമെന്നുമായിരുന്നു ചെയർമാൻ ചായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സോജു ഒക്കെ മേടിച്ചിട്ട് അവനും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പുള്ളപ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈഡുവിനും അവൻ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല ഈഡുവിന് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാം തന്നെ അറിയാമായിരുന്നുവെന്ന് നേരത്തെ ഉണ്ണാം പറഞ്ഞതിനെ കുറിച്ചും അവനും ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 8 വർഷം മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നു. സീനിയറും ഡോങ്ചുവും കൂടി ചേർന്ന് ചെയർമാൻ ചായനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ചെയർമാൻ ചായക്ക് ടൈ ഒക്കെ ഇടണമെന്നത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പക്ഷെ താൻ ടൈ എടുക്കാനായിട്ട് മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് സീനിയർ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഡോങ്ചുവും അവന് കെട്ടിയിട്ടുണ്ടായിരുന്ന ടൈ ഒക്കെ അഴിച്ചിട്ട് സീനിയറിനും കൊടുക്കുന്നു. അവർ ശരിക്കും കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് എറേഴ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് അതെല്ലാം തന്നെ ചെയർമാനെ കാണിക്കുവാനായിട്ട് എത്തിയതായിരുന്നു. അവരും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോടൊക്കെ ഇരിക്കുന്ന സമയത്താണ് സെക്രട്ടറിയും ചെയർമാന് വേണ്ടിയിട്ട് 2 മുട്ടയൊക്കെ ഒരു ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നത്. അത് കൂടാതെ ഒരു ഗ്ലാസ് കൂടി എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചെയർമാൻ ഇങ്ങനെ എഗ്ഗൊക്കെ കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു എഗ്ഗിന്റെ മുകളിൽ സോയിച്ചൊക്കെ ഒഴിച്ച് കഴിക്കുന്നതായിരുന്നു ചെയർമാൻ ഏറ്റവും ഇഷ്ടം. പക്ഷെ അത് സെക്രട്ടറിയുടെ അടുത്ത് നിന്നും ചെയർമാൻ മറച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ എഗ്ഗ് തന്നെ എങ്ങനെ കഴിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഡോങ്ചുവിന്റെ അടുത്ത് ചെയർമാൻ ച അവിടെ ഉണ്ടായിരുന്ന സോച്ചിന്റെ ലോക്കറൊക്കെ തുറന്ന് കാണിക്കുന്നു. പിന്നീട് ആ ലോക്കർ അടച്ചതിന് ശേഷം നിനക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ പോയിട്ട് എനിക്കൊരു സോച്ചൊക്കെ എടുത്തോണ്ട് താ എന്ന് ചെയർമാൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവനും ഒറ്റ തവണ കണ്ട മെമ്മറിയൊക്കെ വെച്ചുകൊണ്ട് ലോക്കറിന്റെ പാസ്കോഡൊക്കെ കൃത്യമായി അടിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് സോച്ചൊക്കെ എടുത്തിട്ട് ചെയർമാൻ ചായക്ക് കൊടുക്കുമ്പോഴത്തേക്കും ചെയർമാൻ ചായയും അവനും കൂടി ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരും അതൊക്കെ കുടിക്കുന്നുണ്ട്.
ഇപ്പോൾ ചെറുവാൻ പറഞ്ഞത് പ്രകാരം സോജു തിരിച്ചു വെക്കുവാനായിട്ട് ഡോങ്ചു പാസ്കോഡൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും പാസ്കോഡ് മാറ്റിയ കാര്യമൊക്കെ അവനും തിരിച്ചറിയുന്നു. വിവാഹത്തിന് ശേഷമുള്ള രാത്രി കിടന്നുറങ്ങുവാനായിട്ട് ഗസ്റ്റ് റൂം തയ്യാറാക്കി വെക്കുവാനായിട്ടായിരുന്നു ഉണ്ണാം സ്റ്റാഫ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരും അതൊക്കെ ചെയ്യുന്നു. അവൾക്ക് അന്ന് ഇടുവാനായിട്ട് ഹാൻഡ് ബുക്ക് സെക്രട്ടറി തന്നെ നൽകുന്നുമുണ്ട്. അവളും അതൊക്കെ ഇട്ട് നടന്നൊക്കെ വരുന്ന സമയത്താണ് അവളുടെ സ്റ്റെപ്പ് ബ്രദർ ആയിട്ടുണ്ടായിരുന്ന ടൈയൂണിനെ അവളും കാണുന്നത്. ടൈയൂൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണാമിനെ ടൈയൂണിനെ ഇഷ്ടമില്ല എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് മാറി നടക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് അങ്ങനെ അവന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ഇഷ്ടക്കേടും ഇല്ല എന്നൊക്കെ അവൾ തന്നെ തുറന്നും പറയുന്നു. ഞാൻ വിചാരിച്ചത് ചേച്ചി ഡോങ്ജുനെ വിവാഹം കഴിക്കുമെന്നാണ്. ചേച്ചിക്കും ഈ ഒരു വിവാഹത്തിന് സമ്മതമായിരുന്നോ എന്ന രീതിക്കൊക്കെ ടൈയൂൺ ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഞാനും അവനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നീ അറിഞ്ഞതെന്ന് ഉണ്ണാവും ടൈയൂണിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. പക്ഷെ അവനും അതിന് മറുപടി പറയാതെ പോവുകയാണ്. മാത്രല്ല അവിടെ എത്തുന്ന അമ്മയും നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ചോളിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും തന്നെ അറിയിക്കുകയില്ല. നീയായിട്ട് അതൊരിക്കലും അവനെ അറിയിക്കുവാനായിട്ട് ഇടവരുത്തരുതെന്ന് കൂടി പറയുന്നു. ഫാമിലി ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ടായിരുന്നു എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ചെയർമാൻ ചാ ഡോങ് ചുനെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡോങ് ചുവും ഉണ്ണാവും കണ്ടുമുട്ടുന്നു. ജാങ്സണും ജാങ്സന്റെ വൈഫും അതുപോലെ തന്നെ ജാങ്സന്റെ ബ്രദറും കൂടി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജാങ്സണും വൈഫും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് തന്റെ മകനായിട്ടുള്ള ചോളിന് ഇത്രയും നല്ല ഇടത്തു നിന്നൊക്കെ ഒരു ബന്ധം വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ബ്രദറും ഇപ്പോൾ ജാങ്സനെയൊക്കെ അറിയിക്കുന്നത്. ഡോങ്ചുനെ കാണുവാനായിട്ട് ഉണ്ണാം വരുന്നതായിട്ടും ഉണ്ണാമിനെ കിസ് ചെയ്യുന്നതായിട്ടും എല്ലാം തന്നെ ഡോങ്ചും സ്വപ്നം കണ്ട് എണീക്കുന്നു. അവനും ഒരുപാട് മദ്യമൊക്കെ തലേദിവസം രാത്രി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബോധമൊന്നും ഇല്ലാതെ കിടന്നിട്ടുണ്ടായിരുന്ന ഡോങ്ചുനെ ചോളായിരുന്നു ഈ ഒരു മുറിയിലൊക്കെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ അവിടുത്തെ കുക്കും അവനെ അറിയിക്കുന്നു. ഡോങ് ചുവും ഓഫീസിലേക്ക് ഓടിയെത്തിയിട്ട് ചെയർമാൻ ചായുടെ റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെയർമാൻ ചാ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സംശയമൊക്കെ തോന്നുന്ന അവനും അകത്തുണ്ടായിരുന്ന മെയിൻ ലോക്കറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിന്റെ പാസ്കോഡ് തെറ്റാണെന്ന് കാണിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ അവിടെ ചെയർമാൻ ചായും എത്തിയിട്ടുണ്ടായിരുന്നു. സോജുവിന്റെ ലോക്കറൊക്കെ തുറക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അതിന്റെ പാസ്കോഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലോക്കർ തുറക്കുവാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ഇതിന്റെ പാസ്കോഡ് മാറ്റിയിരിക്കുന്നു. പുതിയ പാസ്കോഡ് എന്നെ അറിയിച്ചിട്ടുമില്ല. സോ നിങ്ങളും മനഃപൂർവ്വമല്ലായിരുന്നു ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അവനും ചെയർമാൻ ചായയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഞാനും ഉണ്ണാമും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ ഒരു വിവാഹത്തിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചെയർമാൻ ചായയുടെ അടുത്ത് ഡോക്ടർ ചോദിക്കുമ്പോഴത്തേക്കും ചെയർമാൻ ചായയും സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ജാങ്സോൺ ചെയർമാൻ ചൈനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഉണ്ണാമും ഡോങ്ചുവും തമ്മിൽ പ്രണയത്തിലാണ് എന്നും അതുകൊണ്ട് തന്നെ ഉണ്ണാമിന്റെയും ചോളിന്റെയും വിവാഹമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഡോങ്ചുനെ ഡേസൺ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന രീതിക്കായിരുന്നു ചെയർമാൻ ചായയുടെ അടുത്ത് ജാങ്സണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറ, ഉഡ്നാമിനെ സ്നേഹിച്ച് ഈ ഒരു കമ്പനി സ്വന്തമാക്കുവാനുള്ള പദ്ധതിയിലായിരുന്നു നീ ശരിക്കും ഉണ്ടായിരുന്നെന്നുള്ള രീതിക്ക് ചെയർമാൻ ചാ ഡോങ്സുന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഉണ്ണം നിങ്ങളുടെ കൊച്ചുമോളാണെന്നുള്ള കാര്യം എനിക്ക് അറിയുകയില്ലായിരുന്നു. മാത്രമല്ല അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്റെ യഥാർത്ഥത്തിലുള്ള പ്രണയം അവളാണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുടെ കൊച്ചുമോളെ തേടി യുഎസിലേക്ക് പോകാതിരുന്നത്. എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തെ പണി കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാനും റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവനോട് റെസിഗ്നേഷൻ ഒന്നും ചെയ്യേണ്ട എന്ന രീതിക്കാണ് ചെയർമാൻ ചായും സംസാരിക്കുന്നത്. മാത്രമല്ല ചെയർമാൻ ചാ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അവനെ കൂട്ടിക്കൊണ്ടൊരു ബേക്കറിയിൽ എത്തുന്നു. അവിടെ സ്റ്റാഫ് ആയിട്ടുണ്ടായിരുന്ന ഒരു പയ്യനെ ചെയർമാൻ ചാ കുറെ നേരം നോക്കി നിൽക്കുന്നു. അതിനുശേഷം അവിടുത്തെ ഓണറിനെയും കൂടി കാണിക്കുകയാണ്. ഈ ഒരു ഓണർ എന്ന് പറയുന്നത് ഒരു ന്യൂസ് റീഡർ ആയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവളും അപ്രതീക്ഷയായി. പക്ഷെ ആ ഒരു സ്ത്രീക്ക് ചെയർമാൻ ചായമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുവഴി ഒരു കുട്ടി ഉണ്ടായി. ആ ഒരു കുട്ടീനെയായിരുന്നു നേരത്തെ ചെയർമാൻ ചാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേര് സ്യോൻവു എന്നാണ്. ഞാനാണ് അവന്റെ അച്ഛൻ എന്ന കാര്യം ഒന്നും തന്നെ അറിയിക്കുകയില്ല. അതൊന്നും തന്നെ അറിയാതെ അവരും ഇപ്പോൾ ബേക്കറിയിൽ അവനെ സഹായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എങ്കിൽ പോലും എന്റെ അടുത്ത അനന്തരാവകാശി അത് അവനായിരിക്കണമെന്ന് ചെയർമാനും പറയുന്നു. രോഹിക്ക് ഇതുപോലെ അച്ഛനും മറ്റൊരു മകനും ഉണ്ടെന്നുള്ള കാര്യം എല്ലാം തന്നെ അറിയാവുന്നതാണ്. അത് കൂടാതെ അവന്റെ അമ്മ ഇപ്പോൾ ബേക്കറിയൊക്കെ നടത്തുകയാണ്. അവനും സ്കൂളിൽ വെച്ച് പഠനമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഉറപ്പായിട്ടും അവനും കമ്പനിയുടെ അനന്തരാവകാശിയായിട്ടൊക്കെ എത്തുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ മകനായിട്ടുള്ള ടൈയൂണിനെ പോലും അച്ഛൻ ഒഴിവാക്കുമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഈഡു അങ്ങനെ ഒന്നും തന്നെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. ടയോന്റെ അടുത്ത് ഒരിക്കൽ പോലും ഡോങ്ചുവും ഉണ്ണാമും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അവന്റെ അച്ഛനോ അമ്മയോ പറഞ്ഞിട്ടില്ല. പിന്നെയും അവൻ എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ ടയോന്റെ അടുത്തായിട്ടൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ടയോണും ഡോങ്ചുവും വളരെ ക്ലോസ് ആണ്. അങ്ങനെ ഇരിക്കെ ഡോങ്ചു വയലിനൊക്കെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ ടയോണാണ്.
മാത്രല്ല അവൻ ഇതുപോലെ അവന്റെ ലവറായിട്ടുള്ള ഉണ്ണാമിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നിന്റെ ലവറിന്റെ ഫോട്ടോ എങ്കിലും കാണിക്കാമോ എന്നൊക്കെ ടൈവണും ചോദിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഉണ്ണാമിന്റെ ഫോട്ടോ ഒക്കെ അവനും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഡോങ്ചു സ്നേഹിക്കുന്ന ഉണ്ണാം എന്നത് അവന്റെ തന്നെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ അവനും മനസ്സിലാക്കിയത്. ചെയർമാൻ ചാ രണ്ട് ലോക്കറിന്റെ പാസ്കോഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ എങ്കിൽ പോലും ഇപ്പോൾ ഡോങ്ചിനെ കൂടെ നിർത്തുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവന് പുതിയ പാസ്കോഡൊക്കെ കാണിച്ചും കൊടുക്കുന്നു. സോ ചെയർമാൻ ചാ പറഞ്ഞത് പ്രകാരം ഡോങ്ചു ഇപ്പോൾ ലോക്കറൊക്കെ തുറന്ന് അകത്തേക്ക് കടക്കുകയാണ്. ആ ഒരു ലോക്കറിന്റെ അകത്ത് ഒരുപാട് പണം അതുപോലെ തന്നെ ഗോൾഡുമായിരുന്നു ഉണ്ടായിരുന്നത്. ചെയർമാൻ ചാ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ആ ലോക്കറിൽ നിന്നും ഒരുപാട് പണമൊക്കെ എടുത്തിട്ട് ചാങ്സിനെ കാണുവാനായിട്ടും ഡോങ്ചു എത്തുന്നു. എന്തിനാണ് ഇത്രയേറെ പണമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നെന്ന് ചാങ്സിന് സംശയം തോന്നി. അതിനെക്കുറിച്ച് ഡോങ്ചുന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ചെയർമാൻ ചാ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് പകരമായിട്ടാണ് ഈ ഒരു പണമൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ഡോങ്ചുവും തുറന്നു പറയുന്നു. ഇനി ഞാൻ ഒരിക്കലും ഉണ്ണാമിന്റെ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് വരികയില്ല. തീരുമാനമെല്ലാം തന്നെ അവളുടേത് മാത്രമാണ് എന്ന് ഡോങ്ചു പറയുന്നുണ്ടെങ്കിൽ പോലും ജാങ്സണും അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുകയാണ്. ഡോങ്ചു പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജാങ്സന്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഗൂഹോ അവനെ കാണുവാനായിട്ട് എത്തുകയാണ്. അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. മാനേജർ യു ഒരു പ്രസ് മീറ്റും വെച്ചിരിക്കുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിക്കുകയായിരുന്നു അയാളും. റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെ മാനേജർ യുവിനെ ഒരുപാട് ശല്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത ഒരു കഥയൊക്കെ ആ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് പറയാമെന്ന രീതിക്കാണ് മാനേജർ യുവും ഈ ഒരു പ്രസ് മീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡോങ്ചു തന്നെ തുറന്നും പറയുന്നു. ചെയർമാൻ ച ഒരു മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഡോങ്ചുവും ഈഡുവിനെ വൈസ് ചെയർമാൻ ആക്കിയാൽ കൊള്ളാമെന്നൊക്കെ ചെയർമാൻ ചായക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തന്നെ വൈസ് ചെയർമാൻ ആക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈഡു ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ചെയർമാൻ ചായും ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്തെല്ലാം തന്നെ ചർച്ച ചെയ്തത് പ്രകാരം ഈഡുവിനെ വൈസ് ചെയർമാൻ ആക്കേണ്ട എന്ന രീതിക്കാണ് ഇപ്പോൾ ബോർഡ് മെമ്പേഴ്സും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ സീനിയറിനെ തന്നെ വൈസ് ചെയർമാൻ ആക്കാമെന്ന രീതിക്ക് ചെയർമാൻ ചായും സംസാരിക്കുന്നു. സീനിയറും ഡോങ്ചും കൂടി തീരുമാനിച്ച അതേ രീതിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് അവർ ഒരുപാട് ഹാപ്പിയാണ്. എങ്കിൽ പോലും ഡോങ്ചു കാരണമാണ് വൈസ് ചെയർമാൻ ആക്കുവാനായിട്ടുള്ള തന്റെ ആഗ്രഹം നടക്കാതെ പോയതെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പോൾ ഈഡു വളരെയധികം ദേഷ്യത്തിലുമാണ്. മാത്രമല്ല ഇതുപോലെ തനിക്ക് വൈസ് ചെയർമാൻ ആക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന് ജാങ്സനെ കോൾ ചെയ്തൊക്കെ അവൻ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും ജാങ്സണും ഡോങ്ചുനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ജാങ്സൺ പറഞ്ഞത് പ്രകാരം മാനേജർ യുടെ വീട്ടിലേക്കൊക്കെ എത്തിയതായിരുന്നു ഡോങ്ചുവും. അങ്ങനെ ഇരിക്കെ ആ ഒരു വീട് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഡോങ്ചുവും വീടിനകത്തേക്ക് കയറുന്നു. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തി അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഡോങ്ചു ആ ഒരു മനുഷ്യനും തമ്മിലുള്ള ചെറിയ ഫൈറ്റിന് ശേഷം അവിടെ നിലത്ത് മാനേജർ യുവിന്റെ ഡെഡ് ബോഡി കിടക്കുന്നതായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അയാൾ ഡോങ്ചുനെ കൊല്ലുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം ഡോങ്ചു അയാളെ ബോധം കെടുത്തുന്നു. എന്തായാലും അയാളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഡോങ്ചുന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഒരു കോളും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോളൊക്കെ എടുക്കുന്ന ഡോങ്ചുവും മറുവശത്തുണ്ടായിരുന്ന ആള് ഡോങ്ചു മരിച്ചോ എന്നൊരു ചോദ്യമൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുന്നതും കേൾക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.